പിറന്നാൾ ദിനത്തിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത കേക്ക് കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റൊരു പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത, ഒരു 10 വയസ്സുകാരി മരിച്ചു എന്ന വാർത്ത എല്ലാ അച്ഛനമ്മമാരും ഞെട്ടലോടെയാണ് കേട്ടത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ, ഇപ്പോൾ 10-17 വയസ്സുള്ള ഒരു കുഞ്ഞാണെങ്കിൽ പോലും, ഒരു മകനോ മകളോ ആണെങ്കിൽ പോലും, ആ കുട്ടികൾക്കൊക്കെ പിറന്നാൾ എന്ന് പറയുന്നത് പിറന്നാൾ ദിവസം കേക്ക് വാങ്ങിച്ച് കേക്ക് കട്ട് ചെയ്ത് ബന്ധുക്കൾക്കൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്ത് ആ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ ആഘോഷിക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇത്. ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളാണ് ഈ പിറന്നാൾ ദിവസത്തിൽ നല്ല കേക്ക് വാങ്ങിക്കണം എന്നൊക്കെ അവർ ആ മാസങ്ങളോളം ഇങ്ങനെ അവരുടെ പിറന്നാളിന് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന കുട്ടികളാണ്. അത്തരത്തിൽ ഉള്ള ഒരു കുഞ്ഞാണ് പഞ്ചാബിലെ പട്യാലയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിച്ച കേക്ക് ഭക്ഷിച്ചതിലൂടെ ഇപ്പോൾ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പട്യാലയിൽ നിന്നുള്ള ഒരു ബേക്കറിൽ നിന്നാണ് അത്ര ഇവർ ഓൺലൈൻ വഴി കേക്ക് ഓർഡർ ചെയ്തത്. വൈകുന്നേരം 7 മണിയോടെ എല്ലാവരും കേക്ക് കഴിച്ചു. രാത്രി 10 മണിയോടെ കേക്ക് കഴിച്ച് എല്ലാവർക്കും അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഈ കുഞ്ഞിന്റെ മുത്തച്ഛൻ ഹർഫൻ ലാൽ പറയുന്നു. കേക്ക് കഴിച്ച് ഈ കുഞ്ഞ് മാൻവിയുടെ സഹോദരങ്ങൾ ആദ്യം ഛർദ്ദിച്ചു. ദാഹിക്കുന്നുവെന്നും വെള്ളം വേണമെന്നും ഇടയ്ക്കിടെ ജാൻവി ചോദിച്ചുകൊണ്ടേയിരുന്നു. അല്പസമയത്തിനകം ഉറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ആരോഗ്യം വഷളായതിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. എന്നാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പിറന്നാൾ ആഘോഷത്തിന് എത്തിച്ച ചോക്ലേറ്റ് കേക്കിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടായിരുന്നുവെന്നും അതാണ് കുട്ടിയുടെ മരണകാരണം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ബേക്കറി ഉടമയെ പ്രതി ചേർത്ത് FIR രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചുവെന്നും കേക്കിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിലുള്ള വിശദാംശങ്ങൾ എന്നുള്ളത് ഇനി ഈ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായാലും ശരി, നമ്മൾ ഓൺലൈൻ വഴി ഇത്തരത്തിൽ ഓർഡർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ വസ്തുക്കളെ കുറിച്ച് എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കുക എന്ന് തന്നെയാണ് ഈ സംഭവവും സൂചിപ്പിക്കുന്നത്. എല്ലാം നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രം ഇത്തരം അവസരങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ കാലാകാലങ്ങളായി അങ്ങനെ ഒരു പരിചയമുള്ളവരിൽ നിന്ന് മാത്രം ഭക്ഷണം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നമ്മൾ പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. നമ്മുടെ ആ ഒരു കൾച്ചർ ആ രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ ഒരു സമ്പ്രദായത്തിലൂടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ല രീതിയിൽ വൃത്തിയോടുകൂടി ഹൈജീനിക്കായി യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാതെയൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഓൺലൈനിലൂടെ അവരുടെ ഫുഡ് പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അത് സെയിൽ ചെയ്തൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവരുടെ വയറ്റത്തടിക്കുന്ന രീതിയിലല്ല ഈ പറയുന്നത്. നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തുടരെ വാങ്ങിച്ചിട്ടുള്ള വിശ്വസിക്കാവുന്ന അത്തരം സോഴ്സിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി വാങ്ങിച്ചു കൊടുക്കുക. ഇവിടെ ഈ കുഞ്ഞിന് മാത്രമേ അപകടം സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ആ ഭക്ഷണം കഴിച്ചവർ ബാക്കിയുള്ളവർക്ക്, അതായത് ഈ കേക്ക് കഴിച്ച ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഇതുവരെയും സേഫാണ്. ഒരുപക്ഷെ അവർക്ക് കറക്റ്റ് ടൈമിൽ അവിടെ ചികിത്സ കിട്ടിയതുകൊണ്ടായിരിക്കാം. ഇതൊന്നും നമുക്കറിയില്ല. പരിശോധനയ്ക്ക് ശേഷമുള്ള റിസൾട്ട് വന്നാലേ അറിയുള്ളൂ. അങ്ങനെയാണ് എന്നുള്ളെങ്കിൽ കൂടിയും ചിലപ്പോൾ മുതിർന്നവർക്ക് ഇത് അത്രയും പെട്ടെന്നൊന്നും എഫക്റ്റ് ചെയ്യാത്തതായിരിക്കാം. അവർക്കൊരു സമയം കിട്ടിയപ്പോഴേക്കും അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിച്ചതാകാം. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും അവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാതെ വരും. പെട്ടെന്ന് ചിലപ്പോൾ ഇത്തരം അപകടങ്ങൾക്ക് അവർ കീഴടങ്ങും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഇത്തരം പാർട്ടികൾ വരുന്ന സമയത്ത് ഭക്ഷണ വസ്തുക്കൾ, കഴിക്കുന്ന സാധനങ്ങൾ റിലയബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ശരിക്കും ഒരു പിറന്നാൾ ആഘോഷം ഇത്തരത്തിൽ വേദനയാവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തരത്തിലും അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ കുഞ്ഞിന്റെ കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോസ്, ആ കുട്ടി വളരെയധികം സന്തോഷത്തോടു കൂടി ആ കേക്ക് കഴിക്കുന്ന ഫോട്ടോസ്, ഇതൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. നമുക്ക് അത് കാണുമ്പോൾ ശരിക്കും മനസ്സ് നോവുകയാണ്. ആ കുഞ്ഞിൻ്റെ ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു സെലിബ്രേഷനും അതിനുശേഷം അവളുടെ ജീവൻ ആ കേക്കിലൂടെ തന്നെ ഇല്ലാതായി എന്നുള്ള ആ വാർത്തകൾ പുറത്തു വരുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട സെലിബ്രേഷനുകൾ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഭക്ഷണ വസ്തുക്കൾ അത് ഓൺലൈനിൽ കൂടിയാണ് എങ്കിൽ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ വളരെ സേഫാക്കി വേണം ഇത്തരം കാര്യങ്ങൾക്ക് അവരെ ഉൾപ്പെടുത്തേണ്ടത്. എന്തായാലും അശ്രദ്ധ കാരണമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണ വസ്തുക്കൾ അത് ആര് കഴിച്ചാലും, കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും, ഭക്ഷണ വസ്തുക്കൾ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തൊക്കെ കഴിക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കാൻ ഓരോ സമയവും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.